വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ജെറേമിയ 29:11. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി ആണത്. ഈ പദ്ധതി അറിയുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നതാണ് ഓരോ ക്രിസ്തു അനുയായിയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾക്കാണ്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ ഐശ്വര്യത്തിനുള്ളതാണ്. ഈ ലോകത്തിന് നന്മ ചെയ്യുവാനുള്ളതാണ്. ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരാനുള്ളതാണ്. അത് വളരെ വിപുലമായ ഒരു പദ്ധതിയാണ്. നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും ആ പദ്ധതി അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പോൾ കർത്താവിന് നമ്മളെ എല്ലാവരെയും കുറിച്ച് വലിയ വലിയ പദ്ധതിയും പ്രതീക്ഷയുമുണ്ട്. അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ആ പദ്ധതി അറിയുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആണ് നമ്മൾ യഥാർത്ഥ ശാഖകളാകുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വൃക്ഷവും നിങ്ങൾ ശാഖകളും. എന്നോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അതേസമയം നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ വളരെയധികം ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ നമുക്ക് കർത്താവിലേക്ക് അടുക്കാം, കർത്താവിനെ ശ്രവിക്കാം. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തി തരാൻ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. അപ്രകാരം നമ്മൾ അപേക്ഷിക്കുമ്പോൾ കർത്താവ് പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തരും. അതനുസരിച്ച് ജീവിക്കുവാനുള്ള കഴിവുകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള താലന്തുകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ വഴിക്ക് പോകുമ്പോൾ നമുക്കുള്ള കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള പദ്ധതി അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ളവയാണ്. എൻ്റെ ജീവൻ തന്നെ എടുക്കുകയാണെങ്കിൽ, ബേസിക്കലി ഐ എം എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഐ എം നോട്ട് എ ഗ്രേറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. അത് കർത്താവിൻ്റെ പദ്ധതി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ IT ഫീൽഡിലും പോയി. പിന്നെ തിരിഞ്ഞ് 30 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വലിയ ഇൻവെൻഷൻസ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല.
അല്ലേ? അതുപോലെ കോടികൾ ഞാൻ സമ്പാദിച്ചിട്ടില്ല. എൻ്റെ പേരിൽ പേറ്റൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഈ ലോകത്ത് എന്നെക്കാളും അടിപൊളിയായിട്ടുള്ള എത്രയോ IT പ്രൊഫഷണൽസ്. അപ്പം അതൊക്കെ വഴിമാറിപ്പോയ സന്ദർഭങ്ങളാണ്. അത് കഴിഞ്ഞൊരു 2 പതിറ്റാണ്ട് നമ്മൾ ട്രെയിനിങ്ങിലോട്ട് തിരികെയാണ്. അപ്പം അത് കൂടുതൽ ആസ്വദിച്ച് ചെയ്യുവാൻ സാധിക്കുന്നു. പക്ഷേ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? പ്രോജക്റ്റ് മാനേജ്മെൻ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി സഭാകമ്പമൊക്കെ ഉള്ള എന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിലോട്ട് തിരിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഞാൻ വചനം പ്രഘോഷിക്കുന്നു. അപ്പം ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നില്ലേ ഇന്നേ വരെയുള്ള ആ, ഈ ഈ സ്റ്റെപ്പുകൾ. പക്ഷെ ഇപ്പം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും സാറ്റിസ്ഫാക്ഷനും തരുന്ന കാര്യം ഈ വചനം ഷെയർ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനും അതിനു വേണ്ടിയുള്ള ധ്യാനവും അത് ഇതിലൂടെ പകർന്ന് ലോകത്തിന് കൊടുക്കുക എന്നുള്ളതുമാണ് ഏറ്റവും മീനിങ് ഫുള്ളും സാറ്റിസ്ഫാക്ഷൻ തരുന്നതുമായ കാര്യം. അപ്പോൾ ഇത് കാരണന്മാർക്ക് മക്കളെയൊക്കെ നമ്മൾ ഒന്നും ആക്കി തീർക്കാൻ ശ്രമിക്കരുത്. ആകെ കൂടി നമ്മൾ മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ടത് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നീ അന്വേഷിക്കുക. അതുപോലെ നമ്മളും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? എൻ്റെ മക്കളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? എൻ്റെ പേരക്കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? ആ പദ്ധതി അന്വേഷിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. അത് വി ഷുഡ് ഡൂ ബൈ എക്സാമ്പിൾ. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ഇത് മനസ്സിലാക്കണം. നമ്മുടെ ധ്യാനവും കർത്താവിനോടുള്ള നിരന്തരമായ ബന്ധവും മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയും എല്ലാം വീടുകളിൽ തന്നെ നടക്കുന്നത് കണ്ട് നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ആ പാതയിലേക്ക് തിരിയണം. കർത്താവിൻ്റെ വാഗ്ദാനം അവർ മനസ്സിലാക്കണം. കർത്താവിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ഐശ്വര്യത്തിലേക്കുള്ള വലിയ പദ്ധതിയുണ്ട്. അതിനുള്ള കഴിവുകളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതേസമയം മുയലിനെ പിടിച്ച് നീന്തൽ പഠിപ്പിച്ചാലും താറാവിനെ പിടിപ്പിച്ച് ഓടാൻ പഠിപ്പിച്ചാലും ഫലം നിഷ്ഫലമായി തീരുന്നു. മുയലിന് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്പീഡിൽ ഓടാനാണ്, അല്ലേ? താറാവിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് നീന്താനാണ്. ആ താറാവിനെ പിടിച്ച് ഓട്ടം പഠിപ്പിച്ചാലും ആ മുയലിനെ പിടിച്ച് നീന്തൽ പഠിപ്പിച്ചാലും മാനുഷിക ബുദ്ധി അനുസരിച്ച് അപ്രകാരം നമ്മൾ ചെയ്താൽ അത് പരാജയമായി തീരും. അത് മക്കളുടെ പെടലേക്ക് കെട്ടിവെക്കരുത്. നമ്മൾ ചെയ്യുന്ന കുറ്റമാണത്. നമ്മൾ അപ്പം നമ്മളും നമ്മുടെ മക്കളും ദൈവത്തോട് നിരന്തരം മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ദൈവഹിതം, നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ താലന്തുകൾ മനസ്സിലാക്കി, ആ താലന്തുകളെ ഏറ്റവും മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജീവിത തുറകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വളരെ അധികം ഫലം പുറപ്പെടുവിക്കും. ഇതാണ് നമ്മൾ വരും തലമുറയെ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്കിതൊക്കെ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസമൊക്കെ വെറുതെ ആചാരങ്ങളും ഒരു ബോറിങ് പരിപാടികളായിട്ട് തീരും. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അവർ തൊട്ടറിയണം.
അതിന് നമ്മളെ കണ്ട് അവർ പഠിക്കണം. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം ആരും കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കുന്നില്ല. അത് ലോകത്തിന് പ്രകാശമേകാൻ നിങ്ങൾ പ്രകാശമേകണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കളും കൊച്ചു മക്കളുമെല്ലാം നമ്മുടെ യേശുവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം കണ്ട് പഠിക്കണം. തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല. അവർ കണ്ട് പഠിച്ചോളും. നമ്മൾ നമ്മളെ തന്നെ ശരിയാക്കിയാൽ മതി. മറ്റുള്ളതെല്ലാം ശരിയായിക്കൊള്ളും. അപ്പോൾ ദൈവത്തിന് നമ്മളെല്ലാവരെയും കുറിച്ച് വലിയ പദ്ധതിയുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതിനുള്ള കഴിവുകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് അപകർഷതാ ബോധത്തിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരികയും നമ്മുടെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സന്തോഷത്തോടെ നമ്മുടെ കഴിവുകളെല്ലാം, താലന്തുകളെല്ലാം ഉപയോഗിച്ച് ദൈവം നമുക്കായി നിയോഗിച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ച് ജീവിക്കുക എന്നതാണ് എല്ലാ ക്രിസ്തു അനുയായികളുടെയും ധർമ്മം. ദൈവം ഇതിനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അപകർഷതാബോധത്തിലും കുറവുകളിലും ഒന്നും ജീവിക്കേണ്ടവരല്ല. നമ്മൾ മക്കളാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മൾ ആ ഒരു സ്റ്റാറ്റസിൽ ജീവിക്കേണ്ടവരാണ്. സ്വയം ചെറുതാക്കല്ലേ. ചെറുതാക്കൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം, ഈ ലോകത്തിൻ്റെ മുൻപിലല്ല. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.